നമസ്കാരം. നാം വീണ്ടും അക്യുപങ്ചറിനെ കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അക്യുപങ്ചർ ഇപ്പം നടക്കുന്ന വ്യാജ പ്രാക്ടീസുകളെല്ലാം തന്നെ നല്ലതാണെന്നും അതിന് വേണ്ടത്ര പരിശീലനമുണ്ടെന്നും ഒക്കെ പറയുന്ന വ്യാജ നിർമ്മിതികളായിട്ടുള്ള പ്രചാരണങ്ങൾ ശക്തമായി ഉള്ള ഒരു പശ്ചാത്തലത്തിൽ അതേക്കുറിച്ച് വിശദീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ക്യാപ്സ്യൂൾ കേരള വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഈ വിഷയത്തിൽ എന്താണ് അക്യുപങ്ചറിൻ്റെ അകത്ത് നമുക്ക് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന യോഗ്യതകൾ, അത് ആരാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനായിട്ട് ആണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി പറയേണ്ടുന്നത് അക്യുപങ്ചർ അതുമായിട്ടനുബന്ധമായിട്ടുള്ള പരാതികൾ ധാരാളം വന്നിട്ടുണ്ട്. ഇതിനകം കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് തന്നെ 6 പേര് മരണപ്പെട്ടിരിക്കുന്നു. 6 മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ട് ആർക്കും ഒരു കൂസലുമില്ലാതെ വീണ്ടും വ്യാജ പ്രാക്ടീസ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർ ഒരുപാട് പേര് പരാതിയുമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ പരാതി സ്വീകരിക്കേണ്ട അധികാരികൾക്ക് ഈ വ്യാജ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവന്ന് അവരുടെ കുറേ സർട്ടിഫിക്കറ്റുകളും വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും കുറേയൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ കൊടുത്ത പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ കൊണ്ടുപോയി ഉദ്യോഗസ്ഥൻ വരെ കാണിക്കും. അവർക്കപ്പം ഇത് കണ്ടിട്ട് ഇതെന്തോ കാര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നടപടി എടുക്കാതിരിക്കുന്നത്. സത്യത്തിൽ അവർ കൊണ്ടുവരുന്ന എല്ലാ പത്രങ്ങളും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപത്രങ്ങളും എല്ലാം തന്നെ വ്യാജമാണ്. അതിനൊന്നും യാതൊരു നിയമസാധുതയും ഇല്ലാത്തതാണ്. അത് എങ്ങനെയാണ് നിയമസാധുത ഉണ്ടാകുന്ന സർട്ടിഫിക്കറ്റ് ആർക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയാനാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റൽ ട്യൂഷൻ മാതിരി നടത്തുന്ന കുറച്ച് സമയത്തെ കോഴ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ആ കോഴ്സ് പൂർത്തിയാക്കിയ ഈ പോസ്റ്റൽ ട്യൂഷൻ മാതിരിയുള്ള കോഴ്സുകളാണ്. അത് പൂർത്തിയാക്കിയ 10,000-ഓളം ആൾക്കാർ കേരളത്തിലെമ്പാടുമുണ്ട്. അത് മലപ്പുറം കേന്ദ്രീകരിച്ച ഒരു ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത്. അത് അവിടെ പരിശീലനം എന്ന് പറയുന്നത് അവരുടെ കൂടെ കുറച്ച് നാൾ എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഡിഗ്രി കിട്ടി എന്ന് പറയുന്നത് 10,000-ഓളം പേര് കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചികിത്സ ചെയ്യുന്നു. അവരുടെ താഴെ ഏതാണ്ട് 1-2 ലക്ഷം ആൾക്കാർ ചികിത്സയും തേടുന്നുണ്ട്. അപ്പോൾ ഇതിന് വലിയ വ്യാജ പ്രാക്ടീസിൻ്റെ ഒരു ശൃംഖല, ഒരു കെണി കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരുക്കിയിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അക്യുപങ്ചറിനെ കുറിച്ച് ഇപ്പം സർക്കാർ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ആർക്കാണ് അക്യുപങ്ചർ, എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് അക്യുപങ്ചറിന് അംഗീകരിക്കപ്പെട്ടത് എന്നുള്ളത് ഒരു 2017 തന്നെ ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2017 ഡിസംബറിൽ ഏതൊക്കെ കോളേജുകൾക്കാണ് അക്യുപങ്ചർ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പം അവർ 22 കോളേജുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കേരളത്തിലെ ഒരു കോളേജും വന്നിട്ടില്ല. ആന്ധ്രാപ്രദേശിൽ 3 കോളേജ്, 2 ഛത്തീസ്ഗഡിൽ 1, ഗുജറാത്തിൽ 2, കർണാടകയിൽ 4, മധ്യപ്രദേശിൽ 1, രാജസ്ഥാനിൽ 3, തമിഴ്നാടിൽ 5, ഉത്തർപ്രദേശിൽ 2, ഉത്തരാഖണ്ഡിൽ 1. അപ്പോൾ ഇത്രയും കോളേജ് 22 കോളേജുകളാണ് ഇങ്ങനെ അക്യുപങ്ചർ ഇത് സിലബസിൻ്റെ അകത്ത് ചേർത്ത് പഠിപ്പിക്കുന്ന കോളേജുകൾ. പക്ഷേ എന്നാൽ അക്യുപങ്ചർ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, ചികിത്സയുടെ ഭാഗമായിട്ട് മറ്റ് ചികിത്സ വേണം, മറ്റ് ചികിത്സയോടൊപ്പം ചേർത്ത് കൊടുക്കാനായിട്ട് ബാക്കിയുള്ള മെഡിക്കൽ സയൻസുകളിൽ ഡിഗ്രിയുള്ള ആയുഷിലും മോഡേൺ മെഡിസിനിലും ഡിഗ്രി ഉള്ളവർക്കും കൂടെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നിയമപരമായിട്ട് നാളിതുവരെ ഉണ്ടായിരുന്നത്. 2024 ആയപ്പോൾ ഈ നിയമത്തിൽ മാറ്റം വന്നു. അക്യുപങ്ചർ കുറച്ചുകൂടെ സ്വതന്ത്ര പ്രാക്ടീസിന് സാധ്യമാകുന്ന രീതിയിലേക്ക് നിയമം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതനുസരിച്ച് അക്യുപങ്ചർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ 3 മുതൽ 6 വർഷം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് ഡിഗ്രി എടുത്താലേ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് 2 കൊല്ലത്തെ ഒരു കോഴ്സും കൂടെ ഗവൺമെൻറ് പറയുന്നുണ്ട്. 2 കൊല്ലത്തെ കോഴ്സ് എന്തിനാണെന്ന് വെച്ചാൽ അക്യുപങ്ചർ അസിസ്റ്റൻ്റായിട്ട് അവർ സ്വന്തമായിട്ട് രോഗിയെ ചികിത്സിക്കാൻ പാടില്ല. പൂർണ്ണമായിട്ടുള്ള രജിസ്ട്രേഷനുള്ള ഒരാൾ ചികിത്സിക്കുമ്പം അയാളുടെ അസിസ്റ്റൻ്റായിട്ട് കൂടെ നിൽക്കാൻ പറ്റും. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അനുവാദമാണ് ഈ 2 കൊല്ലത്തെ കോഴ്സിനുള്ളത്. സ്വതന്ത്ര അക്യുപങ്ചറിന് ഫുൾ ടൈം കോഴ്സ് വേണം. ഈ പോസ്റ്റൽ ട്യൂഷനൊന്നും പറ്റത്തില്ല. ഇതാണ്. ഇനി അടുത്തൊരു ചോദ്യം, ആർക്കാണ് ഈ കോഴ്സ് നടത്താൻ പറ്റുക? കോഴ്സ് നടത്താനായിട്ട് വ്യക്തികൾക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല. സ്ഥിരമായിട്ട് ഇപ്പം സ്ഥാപനമുള്ള ആൾക്കാർ അത് വ്യക്തമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു അക്യുപങ്ചർ പരിശീലിപ്പിക്കാനുള്ള കോളേജ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം വളരെ വ്യക്തമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ പറയുന്നത് ആരും പുതിയതായിട്ട് കോഴ്സ് തുടങ്ങുകയോ നിലവിലുള്ള എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ വ്യവസ്ഥയിൽ ആദ്യം പറയുന്നത് തന്നെ.
പിന്നെ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അതായത് നിലവിലുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഇത്രയും കൊല്ലത്തെ കോഴ്സ് ഉണ്ടാക്കുകയും ആ കോഴ്സിന് കൗൺസിലിൻ്റെ അനുവാദം വാങ്ങണം. അത് നടത്തുന്ന സ്ഥാപനം പരിശോധിക്കപ്പെടുന്നത് ഇൻസ്പെക്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അംഗീകാരം ഉണ്ടാവണം. എന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേഷൻ കിട്ടിയിരിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് യൂണിയൻ ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കോ ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിന് അവർക്കൊക്കെ പറ്റുന്നത്. പക്ഷേ ഇത്രയും സ്റ്റെപ്പുകൾ അതിൻ്റെ കൂടെ കടന്നു പോകണം. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ സിലബസ് ഉണ്ടാക്കുന്നത് ഈ കൗൺസിലാണ്, വ്യക്തികളല്ല. ഏതെങ്കിലും 4 പേര് ചേർന്നിട്ട് ഞങ്ങൾ അക്യുപഞ്ചറിൻ്റെ സിലബസ് ഉണ്ടാക്കി എന്ന് പറയുന്നത് അക്യുപഞ്ചറും അല്ല, സിലബസും അല്ല. സിലബസ് ഉണ്ടാക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുണ്ട്. അതിൻ്റെ അകത്ത് അക്കാദമിക് കൗൺസിലുകളും ഫാക്കൽറ്റിയും ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു എക്സ്പേർട്ട് ബോഡിയാണ് സിലബസ് ഉണ്ടാക്കുന്നത്. ഈ സിലബസ് കൗൺസിലിൻ്റെ വകയായിട്ട് അംഗീകരിച്ച് വരണം. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ കോളേജുകളിലും ഏതാണ്ട് സമാനമായിട്ടുള്ള സിലബസുകൾ ഉണ്ടായി വരും. അങ്ങനത്തെ ഒരു സിലബസാണ് ഉണ്ടാക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാമോ? പറ്റില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം എടുത്ത് നോക്കൂ. ചൈനയിലും ഫിലിപ്പീൻസിലൊക്കെ MBBS എടുത്തിട്ട് വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അവർക്കിവിടെ വന്നാൽ ഉടനെ ഇവിടെ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിന് മറ്റൊരു കാര്യം കൂടെ വേണം, രജിസ്ട്രേഷൻ എന്നൊരു സംഭവം വേണം. അപ്പോൾ MBBS ഡിഗ്രി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആയുർവേദ ഡിഗ്രി ആയാലും അത് തന്നെയാണ്. BAMS എടുത്തിട്ട് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. BHMS എടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കൂടെ ഉണ്ടെങ്കിലേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അക്യുപഞ്ചറിന് അമ്മാതിരി രജിസ്ട്രേഷൻ വിഭാവന ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷനാണ് ഈ ഡിഗ്രി എന്ന് പറയുന്നത്. 3 കൊല്ലത്തെ ഫുൾ ടൈം പരിശീലനം അല്ലെങ്കിൽ 6 കൊല്ലത്തെ ഫുൾ ടൈം പരിശീലനം കഴിയുമ്പം നിങ്ങൾക്ക് രജിസ്ട്രേഷന് എലിജിബിളാകും. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യതയാവും. ഈ രജിസ്ട്രേഷൻ ഈ കൗൺസിൽ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അക്യുപഞ്ചർ സ്വതന്ത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സിലബസ് ഇതുവരെ കൗൺസിൽ ഉണ്ടാക്കിയിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ സിലബസ് ഉണ്ടാക്കും. ആ സിലബസ് വേണം പഠിക്കാനായിട്ട്. അങ്ങനെ സിലബസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കോളേജ് സ്ഥാപിക്കണം. ഈ കോളേജിന് ചില അവർ നിഷ്കർഷിച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഇത്ര മുറികൾ വേണം, ഇത്ര സ്റ്റാഫ് വേണം, ഇത്ര ലാബറട്ടറി വേണം, ആശുപത്രിയോട്ട് അറ്റാച്ച്മെൻറ്റ് വേണം. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം നടപ്പിലാക്കിയാൽ മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 1 കൊല്ലത്തെ പോസ്റ്റൽ ട്യൂഷൻ നടത്തുന്ന ആൾ ഇനി 2 കൊല്ലത്തെ പോസ്റ്റൽ ട്യൂഷൻ നടത്തും, 3 കൊല്ലത്തെ പോസ്റ്റൽ ട്യൂഷൻ നടത്തും എന്നൊക്കെ പറയുന്നത് ഒരു ക്രിമിനൽ സ്വഭാവമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നിയമവിരുദ്ധമാണത്. ഇതിൽ ഈ കണിയിൽ ആരും വന്ന് പെട്ടുപോകരുത്. മാത്രമല്ല ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നടപടിയെടുക്കുമ്പം ഈ ഒരു കാര്യം കൂടെ തീർച്ചയായിട്ടും ചിന്തിക്കണം.